ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. നമ്മൾ കുറച്ച് നാളായിട്ടല്ലേ വ്ളോഗും കൊണ്ട് വന്നിട്ട്. അപ്പോൾ ഇപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് മോർണിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഇന്ന് രാവിലെ ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ 8ൻ്റെ മുട്ട പണിയാണ് കേട്ടോ കിട്ടിയത്. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതറിയാം, രാവിലെ 8ൻ്റെ മുട്ടൻ പണിയൊക്കെ കിട്ടുമെന്ന് അറിയായിരുന്നു. എന്നു വെച്ചാൽ ഞാൻ തന്നെയാണ് കാരണം. ഇന്നലെ വൈകുന്നേരം രാത്രി കിടക്കുമ്പോൾ എനിക്ക് നല്ല ക്ഷീണവും സുഖമില്ലാതെയൊക്കെ ആയിട്ട് നമ്മൾ പാത്രമൊന്നും കഴുകി വെച്ചിട്ടില്ല, അടുക്കളൊന്നും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരിക്കലും അങ്ങനെ കിടക്കാറില്ല. കിടന്നാൽ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണിയെടുക്കുമ്പോൾ ഒരു ഉഷാറൊന്നുമില്ല, എല്ലാം നമുക്കൊരു താമസം പോലെയാകും. നമുക്കൊരു പോസിറ്റീവ് എനർജി ഒന്നും നമ്മുടെ അടുക്കള കാണുമ്പോൾ കിട്ടില്ല കേട്ടോ. കാരണം രാത്രി നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചെങ്കിൽ എല്ലാം സെറ്റായി വൃത്തിയായിട്ട് ഇരിക്കുന്ന അടുക്കളയിലേക്ക് രാവിലെ പണിയെടുക്കാൻ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ആ സന്തോഷം ഇല്ല. ഇന്നലെ അത്രയും പറ്റില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ കിടന്നു കേട്ടോ. അപ്പോൾ ലച്ചൂട്ടിനോട് പറഞ്ഞ കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടു രാവിലെ അരച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഒരു അരമുറി എടുത്തു കേട്ടോ. ഒരു 2.5 ഗ്ലാസ് പച്ചരിയാണ് ഇട്ടത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി കൊച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ കഴുകി നമുക്ക് അരിയും തേങ്ങയും പിന്നെ ഒരു ശകലം ചോറും കൂടി കേട്ടോ. അപ്പോൾ ചോറിടുമ്പം ശ്രദ്ധിക്കണം, ചോറ് ഒത്തിരി ആയിപ്പോകാൻ പാടില്ല, കുറഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ദോശയൊക്കെ ചുടുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ചുട്ടുള്ളത് സച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സാധാരണ മസാലക്കറി, മുട്ടക്കറി അങ്ങനത്തെയൊക്കെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ പുള്ളിക്കാരൻ എന്തോ ചുമന്ന് ചമ്മന്തി കൂട്ടി ദോശ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഡ്ഡലിയോ ദോശയോ ഉഴുന്തോശയോ ഒക്കെ ചുമന്ന് ചമ്മന്തി വേണമെന്നാവും പറയും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ഇച്ചിരി എളുപ്പമാണ്. ഇപ്പോൾ ഇനി അരി അരച്ചിട്ട് വെച്ചിട്ട് വേണം അവിടെ ഒന്ന് വൃത്തിയാക്കിയുള്ള പാത്രമൊക്കെ കഴുകി സെറ്റാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഭയങ്കര താമസം വരുമെന്ന് തോന്നുന്നു. ചേട്ടയ്ക്ക് രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകണം. ചോറും ചായയൊക്കെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇന്ന് എല്ലാം മൊത്തത്തിൽ കുളവായി അങ്ങനെ. അപ്പം നമുക്ക് അരിയൊക്കെ അരച്ചെടുത്തിട്ട് വരാം. ഞാനൊരു 2 ട്രിപ്പായിട്ടാണ് അരി അരിക്കുന്നത്. നമ്മുടെ മിക്സി അത്ര സെറ്റപ്പ് അല്ലാത്തതുകൊണ്ട് ആദ്യമൊക്കെ ഞാൻ ഒന്നിച്ചിട്ട് അരയ്ക്കായിരുന്നു കേട്ടോ. അപ്പം നിറച്ചിട്ട് അരയ്ക്കുമ്പോൾ അത് അന്ന് നിന്നു. അപ്പം പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 2ആയിട്ട് അരയ്ക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരുടെയും മോർണിംഗ് വ്ളോഗൊക്കെ ഇങ്ങനെയാണോ? രാവിലെ എല്ലാവരും സാധാരണ ഒരു ഓട്ടം തന്നെയായിരിക്കും അല്ലേ. അപ്പം എനിക്ക് അതിന് മാത്രം ഓടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്നലെ അങ്ങനെ ഇട്ടിട്ട് കിടന്നുകൊണ്ട് ഒരു ഓട്ടമായിപ്പോയി കേട്ടോ. ഇത് കണ്ടോ, ഞാൻ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആണ് അരച്ചെടുക്കുന്നത്. ഇനി 2ാമത്തെ ട്രിപ്പും കൂടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കലക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വെള്ളം ചേർക്കും കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ നന്നായി കോരി ഒഴിച്ച പോലെയാണ് വെള്ളം ചേർക്കുന്നത്. എന്നാലാണ് രാവിലത്തെ നീർദോശ നല്ല ഇതാവുള്ളൂ കേട്ടോ. ഇച്ചിരി കട്ടിക്ക് ചുട്ടാൽ അപ്പം ഒരു തണുക്കുമ്പോഴത്തേക്കും ഭയങ്കര കട്ടിയായിരിക്കും. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്നാൽ വെള്ളം പോലെ എങ്ങനെയല്ല, ഒരു പാകം അത് നമുക്ക് ചൂടുമ്പോൾ തിരിയും. അപ്പം കുറച്ച് വെള്ളം വീതം ചേർത്ത് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഉപ്പ് ഒക്കെ ഇട്ട് 2ാമത്തെ ട്രിപ്പ് അരയ്ക്കട്ടെ. ചോറ് രാത്രി അരിയൊക്കെ ഇട്ട് തെർമൽ കുക്കറിൽ എടുത്ത് വെച്ചെങ്കിലും ചോറൊക്കെ സെറ്റായെങ്കിലും ഞാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിച്ചിട്ടേ വറുക്കുള്ളൂ. എന്നാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഓർമ്മയില്ലാത്തതുകൊണ്ട് ഗ്യാസും കത്തിച്ച് വെച്ചേക്കും പോയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചോറൊക്കെ വാർത്ത് കഴിഞ്ഞിട്ട് അരിയും കൂടെ ബാക്കി അരച്ചു കേട്ടോ. പിന്നെ നമുക്ക് കറി വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. ഇന്ന് ഞാൻ രാവിലെ ഒരു തോരനും ചമ്മന്തിയും മുട്ടയൊക്കെ പൊരിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. കാരണം ഓൾറെഡി സമയം പോയല്ലോ. പിന്നെ ആകെ മൊത്തം ഒരു മൂഡും ഇല്ലാത്ത പോലെയാണ് പണിയൊക്കെ എടുക്കാൻ. സുഖമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നമ്മുടെ അരിയൊക്കെ അരച്ചു. അപ്പം ഞാൻ നന്നായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇളക്കുമ്പോൾ കാണുമ്പോൾ തിരിയും. കണ്ടോ, നല്ല ലൂസായിട്ട് നല്ല കോരി ഒഴിക്കുന്ന കൺസിസ്റ്റൻസിയിലാണേ. അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ മാവെല്ലാം അരച്ച് സൈഡിലോട്ട് ആദ്യം തന്നെ മാറ്റി വെക്കാം കേട്ടോ. ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ ക്ലീനിങ് ഒന്നും ചെയ്യാതെ വേഗം മാവ് അരച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ നീർദോശ ചൂടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എക്സ്ട്രാ
ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും വേറൊരു പലഹാരം ഉണ്ടാക്കാനുള്ള പൊടി എക്സ്ട്രാ അവിടെ വേണം കേട്ടോ. കാരണം എന്നാ സംഭവം എന്ന് വെച്ചാൽ കറണ്ട് പോയാൽ പിന്നെ രാവിലെ പണി കിട്ടൂലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എക്സ്ട്രാ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആദ്യം അരി അങ്ങ് അരച്ചു കേട്ടോ. കറണ്ട് പോയാൽ പിന്നെ പണി കിട്ടില്ല. ചേട്ടായി ചോറും കറിയും കടിയൊക്കെ കൊണ്ടുപോകുന്ന 8 മണിയാകുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആദ്യം ചെയ്തു. പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ്. കുറേ പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി സൈഡാക്കട്ടെ കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ക്യാമറ വെച്ചുകൊടുത്താണ് വന്ന് നോക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡാകുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചില വീഡിയോ ഒക്കെ എടുക്കുമ്പം കാര്യമായിട്ട് ഇന്ന് എന്തായാലും വ്ളോഗ് ഇടണം അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓണാക്കിയൊക്കെ ഇടുവേ. പക്ഷേ ചിലപ്പം കറക്റ്റായിട്ട് നല്ല പാർട്ടൊന്നും ചിലപ്പം ആകാറില്ല കേട്ടോ. ചിലപ്പോൾ കട്ട് ചെയ്ത് പോകുമെന്ന് അറിയത്തില്ല. നമ്മൾ നമ്മുടെ പണി എടുത്തോണ്ടിരിക്കും. പിന്നെ നോക്കുമ്പോൾ വീഡിയോ ഇടാൻ നോക്കുമ്പോൾ വീഡിയോ ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി എന്നാൽ പിന്നെ സിങ്കും ചുറ്റുപാടും എല്ലാം വൃത്തിയാക്കി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് തുടച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. ഇത് സത്യത്തിൽ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്ന പരിപാടിയാണ്. രാത്രി വൃത്തിയാക്കിയിട്ട് ഗ്യാസ് സ്റ്റോപ്പ് മാത്രം ഒന്ന് തുടച്ചിട്ടാണ് ബാക്കി പരിപാടി. ഇന്നിപ്പോൾ എല്ലാം തെറ്റിയില്ലോ, ഫുൾ താളം തെറ്റിയില്ലോ. അതുകൊണ്ട് ഇന്ന് ഓർഡറൊന്നുമില്ല പണിക്കൊന്നും. ഒന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കി പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലായിടും തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. പിന്നെ അത്യാവശ്യം നമുക്കിപ്പോൾ എടുക്കേണ്ട പാത്രമൊക്കെ ചുറ്റുമുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് കട്ടൻ ചായ വെക്കാം കേട്ടോ. അപ്പോൾ ചോറ് തെർമൽ കുക്കറിൽ എടുത്ത് വെച്ചു. അപ്പോൾ കട്ടൻ ചായ വെക്കാം. എല്ലാവരും ഇവിടെ രാവിലെ കട്ടൻ ചായേൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഞാൻ രാവിലെ ചായ കുടിക്കുന്നതിന് ചുരുക്കമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഓരോരോ ടൈമിൽ ചായ കുടിച്ചങ്ങ് പോകും. പിന്നെ ഞാൻ കട്ടൻ ചായ ഒന്നും കുടിക്കുകയില്ല. പിന്നെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കയറി വരുമ്പോൾ ഒന്നെങ്കിൽ ചോറ് തിന്നും, അല്ലെങ്കിൽ ദോശ മാത്രം തിന്നും, വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ കുടി കണക്കാം. പക്ഷേ വൈകുന്നേരത്തെ നമുക്ക് ചായ കുടി ഒഴിവാക്കാനേ പറ്റില്ല കേട്ടോ. എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുക. അതിങ്ങനെ ശീലമായിട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് മാറ്റിയെടുത്താൽ കൊള്ളാമെന്നുണ്ട്, നോക്കണം. അങ്ങനെ അപ്പം ചേട്ടൻ എന്തായാലും രാവിലെ ചായ കുടിക്കും കേട്ടോ. അപ്പം അങ്ങനെ കട്ടൻ ചായ അവിടെ ഇരുന്നാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കപ്പളങ്ങില്ലേ, കപ്പളങ്ങ പപ്പായ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ ഇന്ന് തോരൻ. കുറേ ദിവസമായി വെച്ചിട്ട് അപ്പോൾ ചേട്ടൻ കയറ്റി വരാൻ വേണ്ടി കുറച്ച് ലേറ്റായിട്ടോ. ഞാൻ തലേദിവസം പറിച്ച് വെച്ചില്ലായിരുന്നു, ഓർത്തില്ല. അപ്പം ഇച്ചിരി പൊക്കത്താണ്. അപ്പോൾ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് വേണം പറപ്പിക്കാമെന്ന് ഓർത്ത് ഞാൻ കുറച്ച് നേരം ഓരോ പണിയൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ചേട്ടൻ കയറ്റി വന്ന് കപ്പളങ്ങയൊക്കെ പറിച്ചു വന്നു. ഞാനതിൻ്റെ തോലൊക്കെ ചെത്തുന്നുണ്ട്. നമുക്കൊരു സൈഡിൽ ദോശയും കൂടി ചൂടാം കേട്ടോ. അപ്പുറത്ത് നല്ല അടിപൊളി ഒരു പാത്രത്തിലെ പുട്ടുംകുറ്റി, നമ്മുടെ പണ്ടത്തെ പുട്ടുംകുറ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന തറവാട്ടിൽ ഞാനൊരു 9 കൊല്ലം ഇതിൻ്റെ അടുത്ത് തറവാട്ടിൽ നിന്നു കേട്ടോ. അപ്പോൾ തൊട്ടേ അവിടെയുള്ള പുട്ടുംകുറ്റിയാണത്. അപ്പോൾ അത് ചേട്ടായി ആവി പിടിക്കുന്നത് എന്നും തലവേദന, മിക്ക ദിവസം പുള്ളിക്കാരൻ തലവേദന. അപ്പം എന്നും ആവി പിടിക്കുന്നത് അതിൻ്റെ അകത്താണ് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ മഞ്ഞപ്പൊടി, ഉപ്പോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അല്ല തുളസിയിലൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് മിക്ക ദിവസം തന്നെ ആവി പിടിക്കുക. അപ്പോൾ ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ ഇച്ചിരി തലവേദന ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്യാസും കുറ്റി പുട്ടും കുറ്റി ഒക്കെ വെച്ചിട്ട് ആവി പിടിക്കാൻ നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ദോശ നല്ല സൂപ്പറായിട്ട് തിളതിളാന്നുണ്ടേ. ഞാനത് ഓരോന്ന് ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ദോശ ഒരു സൈഡിലാകുന്നുണ്ട്. അപ്പം നമുക്ക് അപ്പുറത്ത് നമ്മുടെ തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ആയിക്കോട്ടെ. ഈ ദോശ ചൂടാൻ നിന്നാൽ എന്താ സംഭവം എന്നറിയും, നമ്മൾ പയ്യെ സമയമെടുത്ത് നൈസായിട്ട് ചുട്ട് വരക്കി എടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും കേട്ടോ. ഇന്ന് മൊത്തത്തിൽ പാളി ദിവസമായതുകൊണ്ട് ഇന്ന് മൊത്തം നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പറേ തോരനാകട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ദോശയൊക്കെ ഓരോന്ന് ചുട്ട് വരാം. ഞാനിവിടെ അതിൻ്റെ കൂടെ പെട്ടെന്ന് ചമ്മന്തി അരയ്ക്കാൻ നോക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 7 മണിയൊക്കെ ആകാറായി. ഇന്ന് കാര്യമായിട്ടൊന്നും പണികൾക്കൊന്നും സ്പീഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. പിന്നെ ഉണക്കമീൻ വറുത്തു, മുട്ട പൊരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം വീഡിയോസൊന്നും മാറ്റി വെച്ച് എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ എന്നിട്ട് കുറച്ച് നേരം ദോശപാത്രം മാറ്റി വെച്ചിട്ട് ചായയും ഒന്ന് ചൂടാക്കി കുറച്ച് നേരം അതിൽ വെച്ചിട്ട് ഞാൻ കപ്പളങ്ങ തോരൻ വെക്കുന്നത് നമ്മൾ നാടൻ രീതിയിൽ തോരൻ വെക്കുന്ന പോലെയാണ് കേട്ടോ. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടല്ല. അങ്ങനെ
വെള്ളത്തിൽ ഇങ്ങനെ വേവിച്ചിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒതുക്കി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ തോരൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ തോരനൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വളരെ സ്പീഡായിട്ടോ, കാരണം നേരം പോയി. ഇപ്പം പിന്നെ വേഗം പുളി ഇഞ്ചിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി അരച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചമ്മന്തി. ചോറിനോട് കൂട്ടാൻ വേണ്ടിയിട്ട് ചേട്ടയ്ക്കും ഇഷ്ടം, അപ്പോൾ ചോറിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ട വെച്ചു, ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കി, അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നടന്നു കേട്ടോ. പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോഴത്തേക്കും ചേട്ടയ്ക്ക് പോകാൻ സമയമായി. ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് അവിടെ വന്ന് ചായ കുടിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ 2 കുപ്പിയിൽ വെള്ളം എടുക്കുന്നുണ്ട്. ഇത് ചേട്ടയ്ക്ക് തന്നെയാണ് കേട്ടോ. പിള്ളേർക്ക് പിന്നെ എടുക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം 8 മണിയാകുമ്പോഴത്തേക്കും ചേട്ടൻ പോകുന്നുള്ളൂ. പിള്ളേർ ഓരോരുത്തർ പെറുക്കിയൊക്കെ വരുന്നുള്ളൂ. ലച്ചൂട്ടിനെ വിളിച്ചിട്ടാണെങ്കിൽ ഏക്കൊന്നുമില്ല, അവൾക്ക് 8 എന്നാൽ 40 പോകണ്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചായക്ക് 11 മണിക്ക് കഴിക്കാൻ വേണ്ടി ദോശയാണ് കൊണ്ടുപോകുന്നത്. ദോശയും ചട്നിയും കൂടി കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ പാത്രമൊന്നും തപ്പിപ്പെറുക്കി എടുക്കാതെ കുഞ്ഞ് കുക്കറിൽ പെട്ടെന്ന് ചട്നി ആക്കി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമ്മൾ വേഗം തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേഗം അങ്ങ് വാങ്ങിയാൽ മതി. ഇപ്പം ഇങ്ങനത്തെ കളറ് ചട്നി കേട്ടോ സച്ചോടിന് എപ്പോഴും ഇഷ്ടം. എനിക്കാണ് വെള്ള ഇഷ്ടം. പിന്നെ പിള്ളേരുടെ ഇഷ്ടം ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രായമായി എന്നല്ല, കുട്ടികളും എല്ലാവരും നമുക്കൊരു ഉത്തരവാദിത്തം പ്രാരാബ്ദമൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അത്ര പ്രസക്തി ഇല്ലല്ലോ. നമ്മൾ ഇവരുടെയൊക്കെ ഇഷ്ടമല്ലേ നോക്കുക. അങ്ങനെ ചേട്ടയ്ക്ക് ചോറെടുക്കുകയാണ്. അപ്പോൾ തോരനും ചമ്മന്തിയും മുട്ട ഒരു ചക്കൽ വെച്ച് സെറ്റാക്കി ചേട്ടായിനെ ചായയും കടിയും വെള്ളമെല്ലാം കൊടുത്ത് സെറ്റാക്കി വിട്ടു. അപ്പോൾ ഒരാൾ ഉറക്കം ഇവിടെ ഇരുന്ന് കുത്തിരുന്ന് എഴുതാൻ നോക്കുന്നുണ്ട്. അത്ര ആത്മാർത്ഥത കൊണ്ടല്ല, തലേദിവസം എഴുതാൻ മടിയായിട്ട് എഴുതാതിരുന്നിട്ട് രാവിലെ ഇപ്പോൾ പേടിയായിട്ട് കുത്തിരുന്ന് എഴുതുന്നതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അതാ അനിയൻ വന്നിട്ടുണ്ട്. അപ്പം അനിയൻ്റെ വണ്ടിയിൽ കയറി ചേട്ടായി വർക്ക്ഷോപ്പിൽ പോവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചേട്ടായി പോകുമ്പോൾ എന്തായാലും അതൊക്കെ വരും ഒരു ടാറ്റയൊക്കെ കൊടുക്കും, എന്നാലും സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ പിള്ളേർ 2 പേരും ലച്ചു ഓടിപ്പോയി ഒരുങ്ങാൻ പോകുന്നുണ്ട്. ഞാൻ സച്ചൂടിന് അവൻ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കളിക്കാൻ അങ്ങ് എഴുതാൻ പറഞ്ഞാൽ എഴുതൂല്ലോ കേട്ടോ. പക്ഷേ എഴുതാതെ പോകാനോട്ട് പേടിയോ. അപ്പോൾ ഇപ്പോൾ കുത്തിയിരുന്ന് എഴുതുവാണ്. അപ്പം അങ്ങനെ അപ്പോൾ ലച്ചൂട്ടി ചായ കുടിച്ചിട്ട് വേഗം ഒരുങ്ങിപ്പോയി. സച്ചൂടിന് ഞാൻ പിന്നെ ഉള്ളി ഇടാതെ ഒരു മുട്ട പൊരിക്കുകയാണ് കേട്ടോ, കുരുമുളകൊക്കെ ഇട്ടിട്ട്. അപ്പോഴത്തേക്ക് സച്ചൂടിന് വണ്ടി വരാനായി. പിന്നെ അവനെ കുളിപ്പിച്ച് ഒരുക്കി. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവന് സ്നാക്സ് ആയിട്ട് ഇന്ന് ഉറുമാമ്പഴമാണ് കൊടുക്കുന്നത്. ബിസ്ക്കറ്റ്, ടീച്ചർ എപ്പോഴും പറഞ്ഞു ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ടാന്ന്. അപ്പോൾ അവൻ്റെ ഇഷ്ടമാണ് നോക്കുന്നത്. അപ്പോൾ ഉറുമാമ്പഴം ഇച്ചിരി ഇഷ്ടമായതുകൊണ്ട് പിന്നെ അത് കൊടുത്തു. അപ്പോൾ അവൻ്റെ വണ്ടി വന്ന് അവനെയും കയറ്റി വിട്ടു. അങ്ങനെ അപ്പം അങ്ങനെ ഇന്നത്തെ രാവിലത്തെ പരിപാടിയൊക്കെ തീർന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അടുക്കളയിൽ പണി തുടങ്ങിയത് വൃത്തിയാക്കിയതല്ലേ. പിന്നെ ഇപ്പോൾ യുദ്ധക്കളം പോലെ ഉണ്ട്. അപ്പം മീൻ വണ്ടി വന്നപ്പോൾ മീൻ മാറി വൃത്തിയാക്കിയ അടുക്കള പിന്നെയും പണ്ടത്തെ പോലെ തന്നെ. എല്ലാവരും പറയില്ലേ, പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും പെണ്ണുങ്ങൾക്ക് എന്താ വീട്ടിൽ പണി ഇല്ലേ. ചില ആൾക്കാർ ഇപ്പോഴും അങ്ങനെ പറയുന്ന, സ്ത്രീകൾക്ക് എന്താ വീട്ടിൽ തന്നെ പണി, അവരെന്തെടുക്കുക വൈകുന്നേരം വരെയെന്ന് ഒക്കെ പറയും. കണ്ടില്ലേ, ഇതൊക്കെ തന്നെ നമ്മുടെ പണി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പണി വീണ്ടും തുടരുന്നു. ടാറ്റ ബൈ.